ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ നോക്കാനായിട്ട് പോകുന്ന റിയൽമിയുടെ ഒരു LED സ്മാർട്ട് ബൾബാണ്. അപ്പോൾ ഇത് ഇറങ്ങിയിട്ട് കുറച്ച് നാളുകളൊക്കെ ആയി. അപ്പോൾ ഇത് ഞാനിപ്പോൾ പർച്ചേസ് ചെയ്തിരിക്കുവാണ്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്കൊരു വൈഫൈ ഇൻ്റർനെറ്റ് കണക്ഷനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബൾബ് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഫീച്ചർ. അതല്ലാതെ വരുന്ന മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഒരു RGB LED ബൾബാണ്. അതായത് നമുക്ക് ഇതിനകത്ത് കുറേ കളർ കോമ്പിനേഷൻസ് ഒക്കെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത് 16 മില്യൺ കളർ കോമ്പിനേഷൻസ് ഇതിനകത്ത് ഉണ്ടെന്നാണ്. പിന്നെ ലൈറ്റ് വേവ് മോഡ്, അതുപോലെ തന്നെ ഇതിനകത്ത് കളർ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 1700K to 6500K ആണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നോൺ ഫ്ലിക്കറിങ് ആയിട്ടുള്ള ലൈറ്റാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഒരു ഫയർ റെസിസ്റ്റൻറ്റ് മെറ്റീരിയൽ വെച്ചിട്ടാണ് ഈ ഒരു ബൾബ് നിർമ്മിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് ഒരു 13 ഇയേഴ്സിൻ്റെ ലൈഫ് സ്പാനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൈസിങ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഇപ്പം ഞാൻ പർച്ചേസ് ചെയ്തിരിക്കുന്നത് 9 വാട്ടിൻ്റെ ഒരു ബൾബാണ്. അപ്പോൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് 1199 ആണ്. പക്ഷെ നമുക്കിത് ആമസോണിൻ്റെ അകത്തുനിന്നും ഫ്ലിപ്കാർട്ടിൻ്റെ അകത്തുനിന്നും 799 നമുക്കിത് പർച്ചേസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ മറ്റൊരു മോഡലൂടെ ഉണ്ട്, ഒരു 12 വാട്ടിൻ്റേത്. അതിന് 899 ആണ് പ്രൈസ് വരുന്നത്. അപ്പോൾ പിന്നെ ഇതിനകത്ത് പറയാനായിട്ടുള്ളത്, ഇത് നമുക്ക് ഗൂഗിൾ അസിസ്റ്റൻറ്റും അതേപോലെ തന്നെ ആമസോൺ അലക്സ വെച്ചിട്ടും കൺട്രോൾ ചെയ്യാനായിട്ടൊക്കെ സാധിക്കും. അതായത് വോയിസ് കമാൻഡൊക്കെ കൊടുത്തിട്ട് കളർ മാറ്റാനും സ്വിച്ച് ഓൺ ചെയ്യുക, സ്വിച്ച് ഓഫ് ചെയ്യുക, അങ്ങനത്തെ കുറേ ഫീച്ചേഴ്സൊക്കെ നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിനകത്ത് സ്റ്റാർ റേറ്റിംഗ് കൊടുത്തിട്ടുള്ളത് 2 സ്റ്റാർ റേറ്റിംഗ് ആണ്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ബൾബിനെ പറ്റി പറയാനായിട്ടുള്ളത്. ഇനി ഇതിൻ്റെ സെറ്റപ്പും ബാക്കി ഈ ഒരു ബോക്സിനകത്ത് എന്തൊക്കെ കാര്യങ്ങളുള്ളത് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. സോ ഗൈസ്, ഇതുപോലെ ഒരു മഞ്ഞ ബോക്സിനകത്താണ് നമ്മുടെ ബൾബ് വരുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇതിൻ്റെ അകത്ത് നമുക്ക് കുറച്ച് പേപ്പർ വർക്ക്സ് ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മളുടെ അലക്സയെ പറ്റിയും അതുപോലെ തന്നെ ഗൂഗിൾ അസിസ്റ്റൻ്റൊക്കെ എങ്ങനെ സെറ്റ് ചെയ്യാം, പിന്നെ റിയൽമി ബൾബ് എങ്ങനെ സെറ്റ് ചെയ്യാം, അങ്ങനത്തെ ഒരു മാനുവലാണ് ഈ 3 പേപ്പർ വർക്ക്സ് എന്ന് പറയുന്നത്. പിന്നെ നമ്മളുടെ ബൾബ് ഇതുപോലെയാണ് കിട്ടുന്നത്. ഇതിൻ്റെ അകത്ത് ഇപ്പം നല്ല കുറച്ച് ഹെവി ആയിട്ടുള്ളൊരു ബൾബാണ്. അപ്പോൾ ഇതിനകത്ത് ടോപ്പ് എന്ന് പറയുന്ന ഒരു പ്ലാസ്റ്റിക് ബിൽഡാണ്. പിന്നെ മിഡിൽ പോർഷൻ കുറച്ചൊരു മെറ്റാലിക് പോലെയൊക്കെ തോന്നും. പിന്നെ അതിൻ്റെ ഏറ്റവും താഴെയായിട്ടാണ് നമ്മുടെ ഹോൾഡർ വരുന്നത്. ഈ ഹോൾഡർ എന്ന് പറയുന്നത് ഒരു B22 ഹോൾഡറാണ്. അപ്പോൾ നമുക്ക് ഏത് ഹോൾഡറിൽ വേണമെങ്കിലും നമുക്കിത് സെറ്റ് ചെയ്യാൻ എടുക്കാനൊക്കെ പറ്റും. പിന്നെ ഇതിൻ്റെ അകത്ത് കുറച്ച് നമ്പറും അതുപോലെ തന്നെ റിയൽമിയുടെ ഒരു ബ്രാൻഡിങ്ങും ഒക്കെ കൊടുത്തിട്ടുണ്ട്. സോ ഗൈസ്, നമ്മളുടെ ബൾബ് ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്കി സെറ്റപ്പ് എങ്ങനെയാണെന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും ആക്കി കഴിയുമ്പോൾ നമുക്ക് ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, നമുക്ക് ഈ ബൾബ് 5 പ്രാവശ്യം ഓൺ ചെയ്യുകയും ഓഫ് ചെയ്യുകയും വേണം. അതായത് ഇപ്പോൾ ഓഫ് ചെയ്യുവാണ്. ഇനി ഒന്ന് ഓണാക്കി വീണ്ടും ഓഫ് ചെയ്യുന്നു, വീണ്ടും ഓണാക്കുന്നു. ഇതേപോലെ 5 പ്രാവശ്യം ചെയ്യണം. അപ്പോൾ ഇതുപോലെ 5 പ്രാവശ്യം ഓണാക്കുകയും ഓഫാക്കുകയും ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ ബൾബ് ഇതുപോലെ ബ്ലിങ്ക് ചെയ്യാനായിട്ടൊക്കെ തുടങ്ങും. അപ്പോൾ ഇനിയാണ് ബാക്കി സെറ്റപ്പും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇനി എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, നമ്മുടെ ഫോണിൻ്റെ അകത്ത് റിയൽമിയുടെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ ആ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. അതിൻ്റെ പേര് റിയൽമി ലിങ്ക് എന്നാണ്. അപ്പോൾ ഇതുപോലെയാണ് ഈ ആപ്ലിക്കേഷൻ ഇരിക്കുന്നത്. സോ ഇനി ബാക്കി സെറ്റപ്പൊക്കെ ഇതിൻ്റെ അകത്താണ്. അപ്പോൾ അതിന് ആ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് കുറേ ഓപ്ഷൻസ് ഒക്കെ കിട്ടും. അതിനകത്ത് ലൈറ്റിംഗ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് റിയൽമി ബൾബ് എന്നുള്ള ഒരു ഓപ്ഷൻ അവിടെ കാണാൻ സാധിക്കുന്നതാണ്. അതും ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പം ഇതുപോലെ ഒരു ഇൻ്റർഫേസ് കിട്ടും. അത് നെക്സ്റ്റ് അടിക്കുക. അതിനുശേഷം നിങ്ങളുടെ വൈഫൈയുടെ പാസ്വേഡൊക്കെ വെച്ചിട്ട് ഇവിടെ ലോഗിൻ ചെയ്ത് വെക്കുക. അതിനുശേഷം ഇതുപോലെ ഒരു സ്ക്രീൻ കിട്ടും. അതിൻ്റെ അകത്ത് ലാസ്റ്റ് ഒരു ചെക്ക് ബോക്സ് ഉണ്ടാവും, അത് ചെക്ക് ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിക്കുമ്പോൾ നിങ്ങളുടെ ബൾബ് ഇവിടെ റെക്കഗ്നൈസ് ചെയ്യും. അപ്പോൾ ഏറ്റവും ടോപ്പിലുള്ള ആ ഒരു ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ പ്രോംപ്റ്റ് വരും. അതിൻ്റെ അകത്ത് കണക്റ്റ് എന്നുണ്ടാവും. അപ്പോൾ ജസ്റ്റ് കണക്റ്റ് ക്ലിക്ക് ചെയ്യുക. കണക്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ബൾബ് ഇവിടെ കണക്റ്റിംഗ് എന്ന് കാണിക്കും. ചിലപ്പോൾ കുറച്ചധികം സമയം എടുക്കും, എന്തായാലും അത് കണക്റ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ കണക്റ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇവിടെ നമ്മുടെ റിയൽമി ബൾബിൻ്റെ പേര് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാനായിട്ടൊക്കെ ഉള്ളൊരു ഓപ്ഷനൊക്കെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരൊക്കെ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കിട്ടുക. ഇവിടെയാണ് നമ്മളുടെ ബൾബിനെ കൺട്രോൾ ചെയ്യാൻ പോകുന്നത്. ഇവിടെ കുറച്ചധികം ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്, അതെന്തൊക്കെയാണെന്ന് ഇപ്പോൾ പറഞ്ഞുതരാം. സോ ഗൈസ്, ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു കളർ വീൽ ഉണ്ടാകും. അത് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ബൾബിൻ്റെ കളറൊക്കെ മാറുന്നതായിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ ഇത് നല്ലൊരു ഓറഞ്ച് കളറിലൊക്കെ ആവുന്നുണ്ട്. പിന്നെ നടുക്കോട്ട് കൊണ്ടുവരുവാണെങ്കിൽ അവിടെ ഒരു വൈറ്റ് കളറിലോട്ടൊക്കെ ആകും. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇവിടെ 3 ഓപ്ഷൻസ് ഉണ്ട്, വൈറ്റും കളർ, അതുപോലെ തന്നെ ഒരു സിനേറിയോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൂടി ഉണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം.
അപ്പോൾ അതിനകത്ത് വൈറ്റിൻ്റെ അകത്താണ് ഇത്രയും ഓപ്ഷൻസൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ടൈമർ സെറ്റ് ചെയ്യാം, ഓൺ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്, അതുപോലെ മ്യൂസിക്കിൻ്റെ ഓപ്ഷനുണ്ട്. അതൊക്കെയാണ് ഈ ആദ്യത്തെ ഇതിൻ്റെ അകത്ത് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഈ കളർ വീലിൽ അത് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ കളറൊക്കെ ചേഞ്ച് ചെയ്തെടുക്കാനായിട്ടൊക്കെ സാധിക്കും. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് നമുക്ക് ബ്രൈറ്റ്നസ് ഒക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിന് താഴത്തെ സ്ലൈഡർ ജസ്റ്റ് ഇങ്ങനെ സ്ലൈഡ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ബ്രൈറ്റ്നസ് ഒക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ 0 ബ്രൈറ്റ്നസ് ആണ്. ഇനി അത് 100ലേക്ക് കൊണ്ടുവരുമ്പം നമുക്ക് നല്ല ഒരു പ്രകാശം ഇതിൻ്റെ അകത്ത് നിന്ന് ലഭിക്കുന്നതായിരിക്കും. പിന്നെയുള്ളത് ടൈമർ എന്നുള്ളൊരു ഓപ്ഷനാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഓരോ സമയം അനുസരിച്ച് സെറ്റ് ചെയ്യാൻ പറ്റും. 10 മിനിറ്റ്സ് 20 മിനിറ്റ്സ് അങ്ങനത്തെ കുറേ ഓപ്ഷൻസൊക്കെ അതിനകത്ത് കിട്ടും. പിന്നെയുള്ളത് ഓൺ ഓഫ് സ്വിച്ചാണ് നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബൾബ് ഓഫ് ചെയ്യാൻ പറ്റും. അതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ഫോണിൻ്റെ അകത്ത് തന്നെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ മ്യൂസിക്കിൻ്റെ ഓപ്ഷനാണ്. അത് നമ്മൾ മ്യൂസിക് പ്ലേ ചെയ്യുവാണെങ്കിൽ അതനുസരിച്ച് കളറൊക്കെ മാറിക്കൊണ്ടേയിരിക്കും. അത് പല പല കളറിലൊക്കെ വരും. അതിപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു മ്യൂസിക് പ്ലേ ചെയ്താൽ മാത്രമേ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി നമുക്ക് രണ്ടാമത്തെ ഓപ്ഷനിലേക്ക് പോകാം. അതാണ് കളർ എന്നുള്ള ഓപ്ഷൻ. അപ്പോൾ ഇവിടെയാണ് നമുക്ക് എല്ലാ ഒരു മാജിക്കൊക്കെ സംഭവിക്കാനായിട്ട് പോകുന്നത്. അതായത് നമുക്ക് ഇഷ്ടമുള്ള കളറിൽ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. 16 മില്യൺ കളർ കോമ്പിനേഷൻസാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഈ കളർ സ്ലൈഡർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ഈ ഒരു ബൾബിൻ്റെ കളറൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ടൊക്കെ സാധിക്കും. നേരത്തെ ചെയ്ത അതേ സെയിം ടെക്നിക്ക് തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ വെച്ചിരിക്കുന്ന ഒരു ബ്ലൂ കളർ ലൈറ്റാണ്. ഇതിപ്പം ക്യാമറയിൽ റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ടാണ് ഇത്രയും കളറേ ഉള്ളൂ. പക്ഷേ നമ്മളിത് ശരിക്കും നോക്കുകയാണെങ്കിൽ നല്ല ഒരു കളർ നമുക്ക് ഇവിടുന്ന് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് പല പല കളർ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ഒരു റെഡ് കളറാണ്. പിന്നെ ഒരു വയലറ്റ് കളറിലേക്ക് ഇപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ പല പല കളർ കോമ്പിനേഷൻസ് നമുക്ക് ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്തെടുക്കാനായിട്ടൊക്കെ സാധിക്കും. അപ്പോൾ ഇനി അടുത്തൊരു ഓപ്ഷനായിട്ടുള്ള സെനേറിയോയിൽ പോകാം. സെനേറിയോൻ്റെ അകത്ത് ഗുഡ് നൈറ്റ് എന്നുള്ളതാണ് ആദ്യത്തെ ഓപ്ഷന്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വളരെ ബ്രൈറ്റ്നസ് കുറഞ്ഞൊരു ഇഫക്റ്റാണ് കിട്ടുന്നത്. പിന്നെ ജെൻറ്റിൽ എന്ന് പറഞ്ഞൊരു ഇഫക്റ്റ് ഉണ്ട്. പിന്നെ റീഡിങ് എന്ന് പറഞ്ഞൊരു ഇഫക്റ്റ് ഉണ്ട്. റിലാക്സിങ് എന്ന് പറഞ്ഞൊരു ഇഫക്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ വർക്കിംഗ് എന്ന് പറഞ്ഞ മറ്റൊരു ഇഫക്റ്റ് നമുക്കിതിനകത്ത് അവൈലബിൾ ആണ്. പിന്നെ കുറച്ച് കളറിൻ്റെ ഒരു ഓപ്ഷൻസൊക്കെയാണ് വരുന്നത്. അതായത് കളർഫുൾ എന്നുള്ളൊരു ഓപ്ഷനാണ്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പം ഡിഫറെൻറ്റ് കളേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പിന്നുള്ളത് ബ്രില്യൻ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്. എന്ന് വെച്ചാൽ കുറച്ചും കൂടി ബ്രൈറ്റ് ആയിരിക്കും. പിന്നെ കളർ ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. പിന്നെ ഉള്ളത് ഡാസിൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പം നമ്മളുടെ കളർ ഇങ്ങനെ പെട്ടെന്ന് മാറി 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 വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ അകത്ത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ ഈ ഒരു ബൾബ് കൺട്രോൾ ചെയ്യാനായിട്ടൊക്കെ സാധിക്കുന്ന ഈ ഒരു ആപ്പ് വഴിയാണ്. പിന്നെ എടുത്ത് പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമുക്കൊരു ഫ്ലിക്കറിങ് ഫ്രീ ആയിട്ടുള്ളൊരു ലൈറ്റാണ് കിട്ടുന്നത് എന്നുള്ളത്. അപ്പോൾ അതിനൊരു എക്സാമ്പിളാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ എൻ്റെ ക്യാമറയ്ക്കകത്ത് ഷട്ടർ സ്പീഡ് ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരുവാണ്. അപ്പോൾ അതിനകത്ത് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ഇപ്പം മറ്റ് പല ലൈറ്റൊക്കെ ആയിരുന്നെങ്കിൽ ഒരു ഫ്ലിക്കറിങ് ഇഫക്റ്റ് ഇതിൻ്റെ അകത്ത് വരേണ്ടതാണ്. പക്ഷേ ഈ ഒരു റിയൽമി ബൾബിൻ്റെ അകത്ത് അങ്ങനെ ഒരു കാര്യം വരുന്നേ ഇല്ല. സോ ഗൈസ് ഇത്രയേ ഉള്ളൂ ഈ ഒരു പ്രോഡക്റ്റിനെ പറ്റി പറയാനായിട്ട്. അപ്പോൾ ഈ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു ദിവസം മറ്റൊരു വീഡിയോ കാണാം. ബൈ.